വിമതരോടൊരു ചോദ്യമുണ്ട്, ഉത്തരം പറയണം. 60 മിനിറ്റ് കുർബാനയിൽ 40 മിനിറ്റും ജനാഭിമുഖമല്ലേ ഇപ്പോഴ്? അതുകൊണ്ട് വിമത വൈദികർക്കും വിമത ആത്മാർക്കും അതിലെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടി? ഏകീകൃത കുർബാന നിങ്ങൾക്ക് നടപ്പാക്കിയാൽ എന്താണ് കുഴപ്പം? ഒരൊറ്റ സഭ, ഒരൊറ്റ ലിറ്റർജി, അതാണല്ലേ നല്ലത്. എന്തിനീ പിടിവാശി വീണ്ടും വീണ്ടും എന്ന് വിമതർ ചിന്തിക്കണം. നിന്റെ കുപ്പായം ചോദിക്കുന്നവന് നിന്റെ മേലങ്കി കൂടെ കൊടുക്കാൻ പഠിപ്പിച്ചവന്റെ അനുയായികൾ തമ്മിൽ തല്ലുകയാണ്. ഈ തർക്കങ്ങൾ ഇങ്ങനെ പോയാൽ സഭയെയും വിമതന്മാരും തമ്മിൽ എന്നതിനപ്പുറം ചങ്ങനാശ്ശേരി രൂപതയും എറണാകുളം രൂപതയും തമ്മിലായി മാറുമോ? അതാണോ വിമതരുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിലും അവർ താരതമ്യം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം രൂപതയ്ക്ക് ചെയ്തുകൂടാ എന്നൊക്കെയാണ്. അത് വിമതരുടെ പക്ഷത്തു നിന്നാണോ ഔദ്യോഗിക പക്ഷത്തു നിന്നാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ സിറോ മലബാർ സഭയിൽ നിന്ന് പുറത്തു പോകാൻ എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളായ വൈദികർ ഉൾപ്പെടെ തീരുമാനിച്ചതാണ്. അത് അവരുടെ പ്രതിനിധികളുടെ കല്ലൂരിൽ നടന്ന 2024 മെയ് 1 സമ്മേളനത്തിൽ വെച്ച് പാലക്കാട്ടിലച്ചൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് ഈ പലായനം, ഒഴിഞ്ഞുപോക്ക്. ഇനി എന്താണ് ഇങ്ങനെ താളം തെല്ലി ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. പോകല്ലേച്ചാ പോകല്ലേ എന്ന് ആരെങ്കിലും പിന്നിൽ നിന്ന് പറയുന്നുണ്ടോ? പറഞ്ഞേക്കാമോ? പറഞ്ഞാലോ? ഇതാണ് വിമത വൈദികരുടെ ഒരു ആശങ്ക. പോകാൻ തീരുമാനമെടുത്തവർ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർ, രണ്ടും കൽപ്പിച്ചിറങ്ങിയവർ പോകണം. പോകുന്നു എന്ന് പറയാതെ എത്രയും പെട്ടെന്ന് പോകാനൊരു തീരുമാനം നടപ്പിൽ വരുത്തൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ചങ്ങനാശ്ശേരി അതിരൂപത എല്ലാത്തിനും മാതൃകയാണ്. അതുപോലെ എന്തുകൊണ്ട് എറണാകുളം അതിരൂപതയ്ക്ക് ആയിക്കൂടാ എന്നൊരു ചോദ്യമാണ് സിറോ മലബാർ സഭ അതിരൂപത കുരിയ ഇപ്പോൾ അങ്ങോട്ട് ചോദിക്കുന്നത്. വിമതനെ മാറ്റി നിർത്തിയാൽ സിറോ മലബാർ സഭയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ക്രിസ്തീയ മൂല്യങ്ങൾ മറന്നുകൊണ്ടുള്ള മെത്രാൻ കൂട്ടം കാണിക്കുന്ന സാക്ഷ്യത്തിനും കള്ളത്തരത്തിനും ഒക്കെ വാക്കും പ്രവൃത്തിയുമുള്ള എല്ലാത്തിനും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഇപ്പോൾ വിശ്വാസികളും വരും തലമുറയുമാണ്. ചില മെത്രാന്മാരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. എറണാകുളത്തെ പ്രശ്നം പരിഹരിച്ച് സഭയ്ക്കുള്ളിൽ ഐക്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതല്ല, മറിച്ച് പ്രശ്നം തീർക്കാതെ അനൈക്യം നിലനിർത്താനാണ് ചിലരുടെ മലബാർ ഇരുന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ അനുമാനിക്കണം. സഭ അധികൃതർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മീഡിയ കമ്മീഷൻ അതുപോലെ പുറത്തുവിടുന്നുണ്ട്. കരിയിൽ പിതാവിന് തെറ്റായ നിർദ്ദേശം നൽകി. തട്ടിൽ പിതാവിന് എറണാകുളം അങ്കമാലി അതിരൂപത ഇടപെടേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഇരിക്കെ ജൂൺ 9 സർക്കുലറിൽ ഒപ്പിടാൻ തട്ടിൽ പിതാവിനോട് പറയുന്നു. പിതാവ് ഒപ്പിടുന്നു. അതിനുശേഷം ശിക്ഷ നടപടി എടുക്കാൻ പറയുന്നു. പിതാവ് ഇത് അനുസരിക്കുന്നു. അതേസമയം വിലക്കും പേപ്പർ ഡെലിഗേറ്റും ഒക്കെ ഉണ്ട്. മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിൽ വത്തിക്കാൻ കുരിയ വെള്ളം ചേർക്കുന്നു എന്നാണ് സംശയിക്കണം. ബിഷപ്പിന് രൂപതയുടെ ഭരണകാര്യങ്ങളിൽ അധികാരമുണ്ടോ, ഉത്തരവാദിത്വമുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ്. അതിന് മാത്രം മീഡിയ കമ്മീഷനും ഉത്തരമില്ല, ആർക്കും ഉത്തരമില്ല. അതിരൂപത പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ആ കാര്യങ്ങൾ മാത്രമാണ് കമ്മീഷൻ പുറത്തുവിടുന്നതെങ്കിൽ ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണം നടപ്പാക്കുന്ന ചുമതല മേജർ ആർച്ച് ബിഷപ്പിന് അല്ല എന്ന് കമ്മീഷൻ പറയുന്നു. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനുമാണ് എന്ന് നവംബർ 15 ഇറക്കിയ പ്രസ്താവനയിൽ മീഡിയ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള പ്രസ്താവന പറയുന്നു. മേജർ ആർച്ച് ബിഷപ്പിന് എറണാകുളത്തെ കുർബാന ഏകീകരണത്തിന്റെ കാര്യത്തിൽ അധികാരമില്ലെങ്കിൽ ജൂൺ 9, 21, ജൂലൈ 1 തീയതികളിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട് കുർബാന ഏകീകരണം സംബന്ധിച്ച സർക്കുലർ അതെങ്ങനെ ഇറക്കി? ഇല്ലാത്തൊരു അധികാരമാണോ മേജർ ആർച്ച് ബിഷപ്പ് അവിടെ പ്രയോഗിച്ചത്? എങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ അസാധുവല്ലേ? ഇതിനാണ് മീഡിയ കമ്മീഷൻ മറുപടി നൽകേണ്ടത്. റോമിലെ പൗരസ്ത്യ കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ഗുജറാത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ അപ്പോസ്തലിക് ന്യൂൻഷോ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് അയച്ച കത്തും അതിന്റെ മലയാള പരിഭാഷയും ഇതേ മീഡിയ കമ്മീഷൻ തന്നെയാണ് പ്രചരിപ്പിച്ചത്. ഈ കത്തിൽ എറണാകുളം രൂപതയിൽ കുർബാന ഏകീകരണം, അതായത് ഏകീകൃത കുർബാന നടപ്പാക്കാനും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈദികർ ആരായാലും അവർക്കെതിരെ കാനൂനിക നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും മേജർ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ജൂൺ 9 ഇറക്കിയ സർക്കുലർ നിലനിൽക്കുന്നതെന്നും കുരിയ അറിയിച്ചിട്ടുണ്ട്, ന്യൂൻഷോ അറിയിച്ചിട്ടുണ്ട്. ഇത് റോം കള്ളം പറയുന്നതാണോ അതോ റോമിന്റെ എന്ന പേരിൽ മീഡിയ കമ്മീഷൻ വ്യാജമായി കത്തുണ്ടാക്കിയതാണോ എന്നാണ് വിമതരുടെ സംശയം. കത്ത് യഥാർത്ഥം തന്നെയാണ്. ന്യൂൻഷോയാണ് അത് ആർച്ച് ബിഷപ്പിന് കൈമാറിയത്. നവംബർ 14 മീഡിയ കമ്മീഷൻ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പോലെ ആർച്ച് ബിഷപ്പ് പാമ്പളനിയെ എറണാകുളം വിമത വിഭാഗവുമായി ചർച്ച ചെയ്യാൻ നിയോഗിച്ചത് മേജർ ആർച്ച് ബിഷപ്പും ഇതേ പെർമനന്റ് സിനഡുമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മേജർ ആർച്ച് ബിഷപ്പിനോ സിനഡിനോ എറണാകുളം രൂപതയിൽ കുർബാന ഏകീകരണം നടപ്പാക്കാനുള്ള ചുമതല ഇല്ലെങ്കിൽ പിന്നെ എന്തധികാരത്തിലാണ് പാമ്പളനെ നിയോഗിച്ചത്? അതിനും ഉത്തരമില്ല. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ കുരിയയും സിനഡും ഒക്കെ ചേർന്ന് നടത്തുമ്പോൾ അതിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ റോളും പദവിയും ഒക്കെ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുമ്പോൾ അതിലൊരു അലങ്കോലം ഉണ്ടാക്കാനും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുമാണ് ചില മെത്രാന്മാരടക്കം
ശ്രമിക്കുന്നത്. അവരിപ്പോഴും അതിരൂപതയ്ക്കൊപ്പം സജീവമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. അവരുടെ ആ അധികാരവും നിയമപരമായ ഇടപെടലുകളും അവസാനിപ്പിച്ചാൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയെയും കുരിയെയും ഒക്കെ ഈ വിമത നീരാളി കൈകളിൽ നിന്നും മോചിപ്പിക്കാനാകൂ ആത്യന്തികമായി എന്ന് അവസാനമായി പറഞ്ഞുകൊള്ളേ.